നമ്മുടെ റംബൂട്ടാൻ മരത്തിൽ നിറയെ പൂക്കളാണ്. ഇത് പൊഴിഞ്ഞു പോകാതെ എങ്ങനെ കായ്കളാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലായിടത്തും ഇപ്പോൾ റംബൂട്ടാൻ പൂത്ത് നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ 3 റംബൂട്ടാൻ മരമുണ്ട്. 2 ഹൈബ്രിഡും 1 നാടനുമാണ്. ഈ സമയത്ത് നമ്മൾ രാസവളം കൊടുത്താൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ജൈവവളമാണോ നല്ലത് എന്നൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റംബൂട്ടാൻ മരത്തിന് കുറച്ച് മാത്രം നനവ് കൊടുക്കുക. ഈ സമയത്ത് വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇലകൾ കൂടുതൽ തഴച്ച് വളരുകയും കായ്കൾ എല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ദിവസം ഒരു നേരം മാത്രം ഈ റംബൂട്ടാൻ മരത്തിന് നനച്ചു കൊടുക്കുക. കായ്കൾ ആകുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് 2 നേരമൊക്കെ നനച്ചു കൊടുക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അമിതമായി ഈ റംബൂട്ടാന് നന കൊടുക്കാതിരിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, തേനീച്ചകളും വണ്ടുകളുമാണ് റംബൂട്ടാന് പരാഗണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് രാസവളം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പകരം നമുക്ക് ജൈവവളം ഏതെങ്കിലുമൊക്കെ കൊടുക്കാം. പൊട്ടാഷ് അടങ്ങിയത് വേണം ഈ ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ടത്. പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കായ്കൾ വേഗം വലിപ്പം വയ്ക്കുകയും നല്ല മധുരം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയും. ഈ നിൽക്കുന്നതാണ് നമ്മുടെ നാടൻ മരം. ഹൈബ്രിഡിനെക്കാട്ടി നല്ലത് നാടൻ മരത്തിലെ കായ്കളാണ്. അതിലെ കായ്കൾ നല്ല മധുരമാണ്. ഹൈബ്രിഡ് മരമാണെങ്കിൽ നമ്മൾ വെച്ച് 3 വർഷത്തിനുള്ളിൽ നമുക്ക് അതിൽ നിറയെ കായ്കളുണ്ടാകും. എൻ്റെ ഈ മരമൊക്കെ 3 വർഷം ആകുന്നതിന് മുന്നേ തന്നെ കായ്ച്ചിരുന്നു. എന്നാൽ നാടൻ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് കായ്ച്ചത്. ഇപ്പോൾ എല്ലായിടത്തും ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് റംബൂട്ടാൻ. ഈ റംബൂട്ടാൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് പിടിപ്പിക്കും. ഇതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ വിഷരഹിതമായ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം. നമ്മുടെ വീട്ടിൽ സ്ഥലമുള്ളതനുസരിച്ച് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം. നമ്മുടെ അടുക്കളയിൽ നിന്ന് ലഭിക്കുന്ന വിറക് ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. മരത്തിൻ്റെ വലിപ്പമനുസരിച്ച് വേണം നമ്മൾ മരത്തിന് നൽകേണ്ടത്. മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും 1.5 അടിയോ അല്ലെങ്കിൽ 2 അടിയോ മാറി മാത്രം മേൽമണ്ണ് മാറ്റിക്കൊടുക്കുക. ഇവിടെ ഞാൻ മേൽമണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചാരമാണ് ഈ മരത്തിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള മരമായതുകൊണ്ട് തന്നെ ഞാൻ 1 കിലോയുടെ അടുത്ത് ചാരം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് മാത്രം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മണ്ണും ചാരവും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് രാസവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രാസവളം കൊടുക്കുകയാണെങ്കിൽ പൂവിടുന്നതിന് മുന്നേ നൽകുക. ഇനി ചാരവും മണ്ണും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ റംബൂട്ടാൻ്റെ ചുവട്ടിലുള്ള കരിയിലകളൊക്കെ നീക്കി കൊടുക്കുന്നു. ഇതുപോലെ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മരത്തിൻ്റെ മൂട്ടിൽ ജലാംശം നിലനിൽക്കും. ഇനി ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിയില മാത്രം മതി. ഈ റംബൂട്ടാന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കും. ഇപ്പോൾ അടുപ്പൊക്കെ കത്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരുടെ കയ്യിലും ചാരം കാണത്തില്ല. പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ ഏതൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്